നമസ്കാരം. മാധ്യമങ്ങളോട് വീണ്ടും കടക്ക് പുറത്ത് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ധാർഷ്ട്യ ഭാഷയിൽ സംസാരിച്ച് മുഖ്യൻ വീണ്ടും വൈറലാവുകയാണ്. ഒരു നാടിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ് പറയുന്നത് കാണിക്കുന്നത് എങ്കിൽ പിന്നെ സഖാക്കന്മാരും ആശ്രമമാരും ഇവിടെ കാണിക്കുന്നതിനൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇതാ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ സമയമായതോടെ സമ്മേളനം നിർത്തി പോയത് വലിയ ചർച്ചയാവുകയാണ്. താൻ നിശ്ചയിച്ച സമയത്തിനപ്പുറത്തേക്ക് ഒരു ചോദ്യത്തിനും പ്രവേശനമില്ല എന്ന പ്രഖ്യാപിത നിലപാടായിരുന്നു ഒരു നാടിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇവിടെയും കാണിച്ചത്. പ്രഖ്യാപിത നിലപാട് ആവർത്തിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം. 9:30 ആരംഭിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ച പത്രസമ്മേളനത്തിന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസർ മാധ്യമപ്പട നേരത്തെ സജ്ജമായിരുന്നു. കൃത്യം 9:30 വേദിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രി തന്റെ മൈക്കിന് മുന്നിൽ നിരത്തിയ ചാനൽ മൈക്കുകൾ കണ്ട് ഒരഭിപ്രായം മുന്നോട്ട് വെച്ചു. തന്റെ നേരെ മുന്നിലുള്ള മൈക്കുകൾ ഇരുഭാഗത്തേക്കുമായി മാറ്റിയാൽ സൗകര്യപ്രദമായിരിക്കും എന്ന്. ഉടനെ തന്നെ മാധ്യമങ്ങൾ അത് ചെയ്തു. 1-2 മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് വന്ന മൈക്കുകൾ ഇരുഭാഗത്തേക്കുമായി വകഞ്ഞു മാറ്റി. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയപ്പോൾ സമയം 9:32. ഡൽഹിയിലെ ഇന്ത്യ റാലിയെക്കുറിച്ചും രാഹുലിന്റെ വയനാടൻ മത്സരത്തെക്കുറിച്ചുമൊക്കെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ സമയം 9:45. ഇനി മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാമെന്നും പക്ഷേ കൃത്യം 10-ന് തനിക്ക് അടുത്ത പരിപാടിക്ക് പോകാനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആദ്യ ചോദ്യം വന്നയുടൻ അദ്ദേഹത്തിന് കുടിക്കാൻ വെള്ളമെത്തി. നിങ്ങളുടെ ചോദ്യം കൊണ്ട് വെള്ളം കുടിച്ചതല്ല കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കാൻ അദ്ദേഹം മറന്നില്ല. തുടർന്ന് 2-3 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയപ്പോഴേക്കും സമയം 10:02. ചോദ്യങ്ങളിലൊന്ന് കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിലെ വിധിയെക്കുറിച്ചായിരുന്നു. ആ ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ അതിനുള്ള ഉത്തരം തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു. അത് വായിക്കാൻ അവശേഷിച്ച സമയത്തിലെ മൊത്ത ഭാഗവും അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. റിയാസ് വധക്കേസ് വിധിയെക്കുറിച്ച് വിശദമായ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞതോടെ ചോദ്യങ്ങളുടെ പെരുമഴയായിരുന്നു. ഇതിനൊന്നിനും മുഖ്യന് വാ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാവട്ടെ ഒറ്റ മറുപടി. ഇനി ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയുകയില്ല. നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് ഇത്. ഇനി ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഇതും പറഞ്ഞ് മുഖ്യമന്ത്രി ഒറ്റ പോക്കാണ്. വോട്ട് ചോദിക്കുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി ഇങ്ങനെ എഴുന്നേറ്റ് പോകാത്തത്? അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങൾ ചോദിക്കുമ്പോൾ അല്പം വൈകിയാലും ഉത്തരം നൽകുന്നതിൽ ഒരു തെറ്റുമില്ല.